നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് നിങ്ങളോട് ഞാൻ എങ്ങനെ പറയുമെന്ന് കുറെ ആലോചിച്ചു. അതിന്റെ അവസാന അർച്ചനോട് പറയാതെ സച്ചിയോട് പറയാന്ന് കരുതിയത്. ഞാനത് ഒളിച്ചു വെച്ചിട്ടും പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നി. സച്ചി എല്ലാം അറിഞ്ഞിരിക്കണം. ഡോക്ടർ, നമുക്ക് മറ്റെന്തെങ്കിലും ചികിത്സ ചെയ്താലോ? അല്ലെങ്കിൽ പുറത്ത് വേറെ രാജ്യത്ത് അവിടെ പോയി ട്രീറ്റ്മെന്റ് നടത്തിയാലോ? എന്തുവേണമെങ്കിലും ഞാൻ ചെയ്യാം. സച്ചിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഈ ലോകത്തിന്റെ എവിടെ പോയാലും ഏത് ഡോക്ടറെ കാണിച്ചാലും അവരെല്ലാം പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെയാവും. ഡോക്ടർ, മറ്റു പല കേസുകളെയും പോലെ ഞാൻ ഇതിനെ കാണുന്നില്ല, കാണാനും ആവില്ല. സത്യം സച്ചി മനസ്സിലാക്കി അംഗീകരിക്കണം. മനസ്സിനെ നിയന്ത്രിക്കുകയും വേണം. പല പേഷ്യന്റിനെയും കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് സച്ചിയോട് ഒന്നേ പറയാനുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് പല ദമ്പതികളും പിന്നീട് അകന്നു പോകാനിടയുണ്ട്. അതൊരിക്കലും നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത്. അതാണ് ഈ കാര്യം അർച്ചനെ അറിയിക്കാതെ സച്ചിയോട് മാത്രം പറയുന്നത്. ഒരു കുഞ്ഞിനെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ആ പാവം. പെട്ടെന്നിതറിയുമ്പോ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡോക്ടർ, എനിക്കറിയാം സച്ചിക്കും ഇതിത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന്. എങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ. ഞാൻ അവളോട് കള്ളം പറഞ്ഞേ മതിയാവൂ. ഈ അവസ്ഥയിൽ ഒരു അമ്മയാവാൻ കഴിയില്ലെന്ന് അർച്ചനോട് നമ്മൾ എങ്ങനെ പറയും? ഇത് സേതുവച്ചനൊക്കെ അറിയുമ്പോ അവരും വല്ലാതെ തകർന്നു എന്ന് വരും. അതുകൊണ്ട് കുറെ കാലത്തേക്കെങ്കിലും ഇത് മറ്റാരും അറിയരുത്. ഏത് സാഹചര്യത്തിലും സച്ചി ധൈര്യം കാണിച്ചേ മതിയാവൂ. ഡോക്ടർ, ഒരു തരത്തിലും ഒരു അകൽച്ച സച്ചിക്ക് അർച്ചനയോട് തോന്നരുത്. അവൾ അമ്മയാവില്ലെന്നും അവൾക്കൊരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യമില്ലെന്നും ഒരു കാരണവശാലും അർച്ചനയെ നമ്മൾ അറിയിക്കരുത്. ഇപ്പൊ ഞാനും സച്ചിയും അർച്ചനയോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇത് അവളിൽ നിന്നും മറച്ചു വെക്കുക എന്നുള്ളത് മാത്രമാണ്. അർച്ചനയുടെ മനസ്സ് തകരുന്നതിനോടൊപ്പം സച്ചിയും അർച്ചനയും തമ്മിലുള്ള ബന്ധത്തിനും അത് വിള്ളൽ വീഴ്ത്തിയെന്ന് വരും. ഇല്ല ഡോക്ടർ, ഞാനായിട്ട് ഒരിക്കലും ഈ കാര്യം അർച്ചന അറിയിക്കില്ല. ഞങ്ങൾക്ക് വിധിയില്ലാതായി പോയല്ലോ ഡോക്ടർ.
എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാൻ തടസ്സമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. വേഗം താനൊരു അമ്മയാവെന്ന് പറഞ്ഞു. ഇപ്പോഴൊന്ന് ശ്വാസം നേരെ വീണത്. എങ്കിൽ നമുക്ക് വേഗം പോവാൻ സച്ചേട്ടാ. ഈ സന്തോഷ വാർത്ത എല്ലാരും വേഗം അറിയിക്കണം നമുക്ക്. വാ. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. ആഗ്രഹ സബലീകരണത്തിന് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അതങ്ങനെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അത്രമാത്രം ഞാനും സച്ചേട്ടനും അച്ഛനും ഒക്കെ പ്രാർത്ഥിച്ചില്ലായിരുന്നു. എന്തു പറ്റി സച്ചേട്ടാ? മുഖം എന്താ വല്ലാതിരിക്കുന്നു? ഏയ്, ഒന്നുമില്ല. അർച്ചന ഒരിക്കലും ഗർഭിണിയാവില്ല സച്ചി. എന്താ സച്ചേട്ടാ? സച്ചേട്ടൻ എന്താ പറ്റേ? പെട്ടെന്ന് ഒരു തലകറക്കം പോലെ. എങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോവാം. സച്ചേട്ടൻ ഇറങ്ങ. ഏയ്, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഓക്കെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.